പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി. ചരിത്രത്തിൽ അത്തരം ഒരു പ്രവർത്തനം ആദ്യം ഉണ്ടായി. 89 വരെ, 79 മുതൽ 89 വരെ അതിനവർ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയത് വളരെ പ്രധാനമായി ഇലക്ഷൻ സമയങ്ങളാണ്. അവർ ചെയ്ത പ്രവർത്തനം ആദ്യമായി സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. സുന്നി പാർലമെന്ററി ബോർഡ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകരെയും SOSന്റെ പ്രവർത്തകരെയും കൂട്ടിച്ചേർത്ത് കോഴിക്കോട് കൺവെൻഷൻ വിളിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ കൺവെൻഷൻ വിളിച്ചുകൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് ഒരു ലിസ്റ്റ് ഇറക്കി. ഇന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥികൾ. കാരണം എന്താ? അവർ ബിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ഞാനത് അനുഭവിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ പറയുന്നു. കൊണ്ടോട്ടി നിയോജക മണ്ഡലക്കാരനാണ് ഞാൻ. PC ദിയാജി MLA കൊണ്ടോട്ടിയിൽ മത്സരിക്കുന്ന സമയത്ത് മൈക്ക് കെട്ടി പ്രചരണം SSFന്റെ കൊടി വെച്ചിട്ട് പരസ്യമായ പ്രചരണം CD ഹാജിയെ തോൽപ്പിക്കണം. അന്ന് സമത്തയുടെ സമുന്നതനായ നായകൻ ബഹുമാനപ്പെട്ട KV ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. നബറല്ലാഹു മർക്കദ. മഹാനവറുകളുടെ എടപ്പാളിൽ വെച്ച് പത്രക്കാരൻ ചോദിച്ചു, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ സുന്നികളുടെ പേരിൽ ഇങ്ങനൊരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ. KV ഉസ്താദ് പറഞ്ഞു, എന്ത് പ്രചരണം? അവിടെ ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്നാണല്ലോ അവർ പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സമത്തക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. അപ്പൊ ഈ പത്രലേഖകൻ ചോദിച്ചു, ബിദഈ പ്രസ്ഥാനത്തെ അഥവാ പേര് പറഞ്ഞുകൊണ്ട് ചോദിച്ചു, മുജാഹിദ് ജമാഅത്ത് പോലുള്ള സംഘടനകളെ തോൽപ്പിക്കൽ സമത്തയുടെ ലക്ഷ്യമല്ലേ? KV ഉസ്താദ് പറഞ്ഞു, സമത്തയുടെ ഭരണഘടനാ ലക്ഷ്യം നിറവേറ്റാൻ സ്റ്റേജുകളിലും പേജുകളിലും സമത്ത അതിനുവേണ്ട പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇലക്ഷനിൽ തോൽപ്പിക്കേണ്ടതില്ലേ? ബഹുമാനപ്പെട്ട KV ഉസ്താദ് പറഞ്ഞു, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും അയാൾ വിജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ കൂട്ടുപ്രാർത്ഥനയും മൗലിദും ചർച്ച ചെയ്യാറില്ലാണോ? ആ വിഷയം അവസാനിച്ചു. KV ഉസ്താദിന്റെ ആ വാക്കോടുകൂടി ആ വിഷയം അവസാനിച്ചു. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇലക്ഷൻ സമയത്ത് ഇന്നയാളെ തോൽപ്പിക്കണം ജയിപ്പിക്കണമെന്ന് പറയാറില്ല. അവനവന്റെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. ആ വോട്ട് വിനിയോഗിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതാണ് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയം. വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. അക്കാര്യത്തിൽ സമത്ത ഇടപെടാറില്ല. ഈ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയത്തിന് വിരുദ്ധമായി പരസ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സുന്നികളെപ്പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക വിദ്വേഷം, ആ വിദ്വേഷം വെച്ച് കേരളത്തിൽ ഒരുപാട് പ്രവർത്തിച്ചു. അതിന് ധാരാളം തെളിവുകളുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ വരെ അതിന് തെളിവാണ്. ഇപ്പോഴത്തെ മദ്രസ സമയമാറ്റത്തിന്റെ പ്രശ്നത്തിലും അതിന് തെളിവാണ്. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ പള്ളികളിലൊക്കെ പ്രസംഗിച്ചപ്പോ, എല്ലാ പള്ളികളിലും പ്രസംഗം നടത്തിയപ്പോ ഈ വിഷയം ഗൗരവമാണെന്ന് മനസ്സിലാക്കി ഇവരും ഇവരുടെ പത്രത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ തിരുവനന്തപുരത്ത് ഒരു ധർണ പ്രഖ്യാപിച്ചു. നമ്മൾ മാർച്ച് പ്രഖ്യാപിച്ചപ്പോൾ അവർ ധർണ പ്രഖ്യാപിച്ചു. ആ ധർണ പ്രഖ്യാപിച്ച് അവരുടെ പത്രത്തിൽ വന്നു. ആ ധർണ പ്രഖ്യാപിക്കുകയും അത് പത്രത്തിൽ കൊടുക്കുകയും പിന്നീട് അത് മാറ്റിവെക്കുകയും ചെയ്ത ആളുകൾ തന്നെ പരസ്യമായി അവരുടെ പത്രത്തിൽ ഒരു പ്രസ്താവന നടത്തി. അത്ഭുതകരമായ പ്രസ്താവന. ഗവൺമെന്റ് ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യത്തിന് പള്ളികളിൽ പ്രസംഗം നടത്തിയത് തെറ്റായി പോയി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ആ പത്രം സൂക്ഷിപ്പെട്ട് സംശയാലുകൾക്ക് ചോദിക്കുന്ന സമയത്തോ എപ്പോഴോ വേണമെങ്കിലും കാണിക്കാവുന്നേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യത്തിന് ഇവൻ എന്തിനാ ധർണ വെക്കാൻ പോയത് തിരുവനന്തപുരത്ത്? ഗവൺമെന്റ് ചിന്തിക്കാത്തൊരു കാര്യത്തിന് ഇവർ ധർണ സംഘടിപ്പിക്കാൻ പാടുണ്ടോ? പിന്നെ ആ ധർണ പിൻവലിക്കാൻ പാടുണ്ടോ? ഇതെന്താണ്? ഒരു രാഷ്ട്രീയ വിധേയത്വം. ഈ രാഷ്ട്രീയ വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക പാർട്ടി എതിർക്കുന്ന സമീപനം 1989 വരെ തുടർന്നു. ആ 80 വരെ തുടർന്ന പ്രവർത്തനത്തിന്റെ നാൾ വഴികൾ എന്റെ ചർച്ചയിൽ ഇപ്പോൾ ഉത്ഭവിക്കാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നത് വഴിയേ വരും. കാരണം അത് കുറച്ച് കൂടുതൽ ആ കാര്യങ്ങൾ അനുഭവിച്ച ആളുകൾ പറയുമ്പോഴാണല്ലോ കുറച്ചും കൂടെ നന്നാവുക. അങ്ങനെയുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നതിന് പകരം ഞാൻ അതിന്റെ നാൾ വഴിക്ക് അപ്പുറത്തേക്കാണ് വരുന്നത്. ഈ വിഷയം രൂക്ഷമായി കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഭിന്നിപ്പിച്ച് നിർത്തുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ഒരു സംസ്ഥാന സമ്മേളനം വെച്ചു. ആ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത് എറണാകുളത്ത് ആ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ച് ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് വളരെ പ്രധാനമായി അതിന്റെ സ്വാഗത സംഘം രൂപീകരിക്കുന്ന ചടങ്ങിലേക്ക് അവർ ക്ഷണിച്ചത് മുഴുവൻ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വിരുദ്ധ ശക്തികളെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വിരുദ്ധ ശക്തികളെ ക്ഷണിച്ചു വരുത്തി വലിയൊരു സമ്മേളനം സ്വാഗത സംഘം രൂപീകരിച്ച് പത്രത്തിൽ വാർത്ത വന്നു. ആ സ്വാഗത സംഘത്തിലോ ആ സ്വാഗത സംഘ യോഗത്തിലോ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട പലരും അറിഞ്ഞില്ല, വിളിച്ചില്ല. ഉദാഹരണമായി എറണാകുളം ജില്ലയിലാണല്ലോ സമ്മേളനം നടക്കുന്നത്. എറണാകുളം ജില്ലാ സുന്നിയുടെ സംഘത്തിന്റെ നായകന്മാർ AM പരീദ്, MM മൊഹിദ്ദീൻ മുസ്ലിയാർ, അവിടുത്തെ സമത്തയുടെ പ്രസിഡന്റ് സെക്രട്ടറി പാണാവള്ളി ഉസ്താദ്, അതുപോലെ ക്ലാപ്പർ ഉസ്താദ് പോലുള്ള പ്രമുഖർ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തൃശ്ശൂർ ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ, തൃശ്ശൂർ ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി MK കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, തൃശ്ശൂർ ജില്ലാ സുന്നിയുടെ സംഘത്തിന്റെ പ്രസിഡന്റ് PP യൂസഫ് മുസ്ലിയാർ, തൃശ്ശൂർ ജില്ലാ സുന്നിയുടെ സംഘത്തിന്റെ സെക്രട്ടറി VK കുഞ്ഞഹമ്മദ്, അതുപോലെ തന്നെ അന്ന് തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന നാട്ടിക മൂസ മുസ്ലിയാർ,
പാലക്കാട് ജില്ലയിൽ നിന്ന് CKM സാദിഖ് മുസ്ലിയാർ, മലപ്പുറത്ത് PP മുഹമ്മദ് വൈസി മുതൽ CK കേമലശ്ശേരി മുതൽ ഇങ്ങനെ ഒരു വലിയ നിര ഇവരാരും ക്ഷണിച്ചില്ല. ഇവരെ ആരെയും ആ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല, സ്വാസംഘത്തിലേക്ക് വിളിച്ചില്ല. അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ചിലരെ കൂട്ടി സ്വാസംഘം രൂപീകരിച്ചു. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നാട്ടിക മൂസമൗലവി ഉണർന്നെഴുന്നേറ്റ് ഒരു മധ്യമേഖല സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു. അപ്പൊ 2 സമ്മേളനമായി സമത്വയുടെ പേരിൽ, ഒന്ന് സുന്നി സംഘത്തിന്റെ സമ്മേളനം, ഒന്ന് മധ്യമേഖല സുന്നി സമ്മേളനം. മധ്യമേഖല സുന്നി സമ്മേളനം വെച്ചത് ശരിയാണോ എന്നാ ചോദ്യം. എങ്കിൽ എറണാകുളം ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, CKM സാദിഖ് മുസ്ലിയാരെ, MK കുഞ്ഞു മുസ്ലിയാരെ, തൃശ്ശൂരിൽ നിന്നും അതുപോലെ പാലക്കാട്ട് നിന്നും AM പരിധിനെ പോലുള്ള MM മൊയ്തീൻ മൗലവിയെ പോലുള്ള ആളുകൾ എന്തിനാ മാറ്റി നിർത്തിയത്? അപ്പോൾ അതിനെ അവർ സ്വാഗത സംഘത്തിൽ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന ചോദ്യത്തിന് ഇവരുടെ വക്താവ് ചോദിച്ചവർക്ക് നൽകിയ മറുപടി അവരൊക്കെ ഒരു പാർട്ടിയുടെ ആഭിമുഖ്യമുള്ളവരാണെന്ന്. ചിലർ പറഞ്ഞു പാണക്കാടിനോട് ആഭിമുഖ്യമുള്ളവരാണെന്ന്. പാണക്കാട് തങ്ങന്മാർ മുഴുവൻ രാഷ്ട്രീയക്കാരാണ് എന്നാണ് അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുള്ളത്. ആ ആഭിമുഖ്യമുള്ളവരെ ഇതിൽ ചേർക്കില്ല എന്നൊരു ധിക്കാര മനോഭാവം. അപ്പോഴാണ് മൂസ മൗലവി വളരെ വ്യക്തമായി മധ്യമേഖല സുന്നി സമ്മേളനം വെച്ചത്. സമത്തെ എന്തു ചെയ്യണം നിങ്ങൾ പറ. സമത്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം മധ്യമേഖലാ സമ്മേളനം വെച്ചതും സുന്നി സംഘത്തിന്റെ സമ്മേളനം വെച്ചതും സമത്തയുടെ കുട്ടികളാണ്. മുഷാവറയിലെ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും അവർക്ക് വേണ്ടപ്പെട്ട ആളാണ്. അവിടെ സമത്തൊരു നിഷ്പക്ഷ സമീപനം സ്വീകരിച്ചു. എന്ത് മസ്ലഹത്ത് സമിതി രൂപീകരിച്ച് രണ്ടും കൂടെ എങ്ങനെയെങ്കിലും ഒന്നാക്കാനുള്ള ഒരു മാർഗം. ഇങ്ങനെ ഭിന്നിച്ചാൽ പത്രത്തിൽ 2 സമ്മേളനം എന്ന വാർത്ത വന്നപ്പോൾ തന്നെ സമത്തക്കൊരു ക്ഷീണം. ഇനി സമ്മേളനം നടക്കുക കൂടി ചെയ്താൽ സമത്തക്ക് വലിയ ബുദ്ധിമുട്ട് വരും. അത് ആശയപരമായി നമുക്ക് ദ്രോഹം ചെയ്യും. ഷെയ്ഖുന ശംസുൽ ഉലമ തന്നെ താല്പര്യമെടുത്തുകൊണ്ട് കോഴിക്കോട്ട് വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗിൽ ചർച്ച കൊണ്ടുവന്നു. ആ വിദ്യാഭ്യാസ ബോർഡിന് മുമ്പ് മാരത്തോട് മസലത്തെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. വർഷങ്ങൾ ഒരുപാടായി. 79 തുടങ്ങിയത് 89-ലാണ്. 1988 നവംബർ മാസം 12-ാം തീയതി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് ചേർന്നപ്പോൾ ഷെയ്ഖുന എഴുന്നേറ്റു. ഷെയ്ഖുന പരസ്യമായി സാസിനോട് ചോദിച്ചു, 2 സമ്മേളനം സുന്നികൾ നടത്തുന്നത് ഗുണകരമാണോ? ആ 2 സമ്മേളനം നമ്മൾ നടത്തണമോ? സദസ്സ് ഒന്നടങ്കം പറഞ്ഞു നടത്തേണ്ട ആവശ്യമില്ല, ഒന്നാക്കണം. അന്ന് ഷെയ്ഖുന നിർദ്ദേശം വെച്ചു. 3 നിർദ്ദേശം, പ്രധാനപ്പെട്ട 3 നിർദ്ദേശം. എന്താണ്? 1, 2 കൂട്ടരും ഇപ്പോൾ തീരുമാനിച്ച സമ്മേളനം നിർത്തിവെക്കുക. സമ്മേളനം വേണ്ട, പാടെ വേണ്ട എന്നല്ല, 2 കൂട്ടരും കൂടിച്ചേർന്ന് സമത്തയുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം അവിടെ നടത്തുക. ആ സമ്മേളനം നടത്താൻ ഇപ്പോഴുള്ള 2 സ്വാഗത സംഘം പിരിച്ചുവിട്ട് ഒരു ഡേറ്റ് വെച്ച് 2 കൂട്ടരും കൂടി പുതിയൊരു സ്വാഗത സംഘം രൂപീകരിക്കുക. ഈ 3 നിർദ്ദേശം, ഇതിനെന്താ കുഴപ്പമുള്ളത്? ഈ 3 നിർദ്ദേശത്തിൽ എന്താ പ്രശ്നമുള്ളത്? മാന്യമായൊരു മസലത്തെ നിർദ്ദേശമാണ്. ഇപ്പൊ 2 കൂട്ടരും വെച്ച സമ്മേളന സ്വാസംഘം പിരിച്ചുവിടുക, 2 സമ്മേളനങ്ങൾ മാറ്റുക, ഒരു പുതിയ തീയതി ചേച്ച് 2 കൂട്ടരും ഒരു സമ്മേളനം നടത്തുക, അതിനുവേണ്ടി പുതിയ സ്വാസംഘം രൂപീകരിക്കുക, ആ സമ്മേളനത്തിന് സമത്വ നേതൃത്വം കൊടുക്കുക. തീരുമാനമെടുത്തു, പിരിഞ്ഞു വിദ്യാഭ്യാസ ബോർഡ്. തീരുമാനമെടുത്ത് പിരിഞ്ഞു. 1988 നവംബർ 12-ന് ഈ യോഗം പിരിഞ്ഞതിന് ശേഷം 16-ാം തീയതി, ആ 19-ാം തീയതി, നവംബർ 19-ാം തീയതി, നവംബർ മാസം 19-ാം തീയതി ഈ സംയുക്ത സ്വാഗത സംഘം വിളിച്ചു. 2 കൂട്ടരെയും വിളിച്ചു. 2 കൂട്ടരെയും വിളിച്ചു. 2 കൂട്ടരും വന്നു. യോഗം ആരംഭിച്ചു. ഷെയ്ഖുന ശംസുൽ ഉലമ പ്രാർത്ഥനാനന്തരം എഴുന്നേറ്റു. കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് യോഗ തീരുമാനപ്രകാരം എറണാകുളത്ത് വെച്ച 2 സമ്മേളനവും നിർത്തിവെച്ച് ഒരു സമ്മേളനം സമത്തയുടെ നേതൃത്വത്തിൽ നടത്തുവാൻ സ്വാഗത സംഘം ഉണ്ടാക്കാനാണ് ഈ യോഗം ചേർന്നത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ മാത്രയിൽ പിൻഭാഗത്തുനിന്ന് ഒരാൾ എഴുന്നേറ്റു. സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധി, കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രതിനിധി പറഞ്ഞു, സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല, ധിക്കാരം. ഷെയ്ഖുനായോടാ പറയുന്നത്. ആ തീരുമാനം എടുത്ത് മിനിസാക്കിയ പ്രഗത്ഭനായ സമഗ്ര ജനറൽ സെക്രട്ടറിയോട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പരസ്യമായി പറഞ്ഞു, കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനമാണ്, വിദ്യാഭ്യാസ ബോർഡിന്റെ മിനിറ്റ്സ് രേഖയുണ്ട്, നിങ്ങളെ നേതാക്കൾക്കറിയാം. അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിച്ചത് അവരുടെ പ്രധാന നേതാക്കളൊന്നും പങ്കെടുത്തിട്ടില്ല. എന്തോ ഒരു ഒളിച്ചുകളി നടത്തിയിരിക്കുന്നു. ഈ യോഗത്തിലേക്ക് അവരുടെ പ്രധാന നേതാക്കൾ വന്നില്ല. ഒരു ചോദ്യം, സമത്ത വിളിച്ചാൽ വരേണ്ടതല്ലേ? സമത്ത വിളിച്ചാൽ വരേണ്ടതല്ലേ? വാപ്പ വിളിച്ചാൽ മകൻ വരണ്ടേ? ആ യോഗത്തിന് എന്തുകൊണ്ട് വന്നില്ല? വന്നവരെ കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ സമ്മേളനം നിർത്തിവെക്കുന്നില്ല. അതൊരു ധിക്കാരമല്ലേ? നേരത്തെ എടുത്ത തീരുമാനത്തിനെതിരല്ലേ? ധിക്കാരപരമായ തീരുമാനം അവരാവർത്തിച്ചു. ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, സമത്തയുടെ പേരിൽ 2 സമ്മേളനം പാടില്ല, ഒന്നേ പറ്റൂ. ആ ഒരു സമ്മേളനം നടത്താൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ഇവിടെ വെച്ച് ഒരു സ്വാസംഘം ഉണ്ടാക്കും, ഒരു സമ്മേളനം സമത്ത നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖുനക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങിയ ഒരു ടീം. സമത്തയുടെ ചരിത്രത്തിൽ ആദ്യമായി സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ വളർന്നു വന്ന ആളുകൾ സമത്തക്കെതിരെ രാഷ്ട്രീയ ശൈലിയിൽ മുദ്രാവാക്യം വിളിച്ചു.